അമേരിക്ക ഇപ്പോൾ കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ലിറ്ററലി ബെഗിങ് ഇൻ ഫ്രണ്ട് ഓഫ് എവ്രി കൺട്രി ദാറ്റ് പ്ലീസ് നിങ്ങൾ റഷ്യയുടെ അടുത്ത് ഓയിൽ വാങ്ങൂ എന്നും. ട്രംപ് മറ്റവൻ്റെ അടിമയാണ്, അതായത് ഇസ്രായേലിൻ്റെ അടിമയാണെന്ന് മാത്രമല്ല, ഇപ്പോൾ പുടിൻ്റെ റഷ്യയുടെ ഓയിലിൻ്റെ സെയിൽസ്മാനാണ് ട്രംപ്. അയാളുടെ എണ്ണ വാങ്ങൂ എന്ന് പറയേണ്ട ഗതികേടിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിക്കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പുടിൻ്റെ ഓയിൽ കമ്പനിയുടെ സെയിൽസ്മാനാണ്. പക്ഷെ ഇറാൻ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? ഇതുപോലെ വളരെ സ്ലോ ആയിട്ട് ഒരുപാട് ശബ്ദം ഉണ്ടാക്കി നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ട് ഈ ഒരു സാധനം അവിടെ ചെല്ലുന്നത് എന്തിനറിയോ? ഇത് അവിടെ വീണ് പൊട്ടാൻ വേണ്ടിയിട്ടല്ല. ഇതിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വിടേണ്ടത് മറ്റ് ബാലിസ്റ്റിക് മിസൈൽസിനെ തകർക്കേണ്ട അതേ സാധനമാണ് ഇവിടുന്ന് അങ്ങോട്ട് വിടുന്നത്. അതായത് ശിവാലിക് ആൻഡ് നന്ദാദേവി, ഇത് രണ്ടും ഗ്യാസ് ടാങ്കേഴ്സാണ്. അതായത് ഇറാൻ പറഞ്ഞത് എന്താ, ഇതിനാര് പോയാലും ഞങ്ങൾ അടിക്കും, അതിൽ യാതൊരു വിധ സംശയമില്ല. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ജിയോ പോളിറ്റിക്സ് ആണ് ഇന്നത്തെ വിഷയം. അതായത് ഇറാൻ US ഇസ്രായേൽ വാറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. യുദ്ധം എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്തതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഒരുവിധം എല്ലാവരും അവെയർ ആയിട്ടുണ്ടാവും. കാരണം നമ്മളെ വീടുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാതിരിക്കാൻ കഴിയില്ലല്ലോ അല്ലേ. പക്ഷേ ഇന്ന് നടന്നിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ലൈഫിനെ എങ്ങനെ, നമ്മുടെ ഇന്ത്യൻസിനെ നമ്മുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ എങ്ങനെ ബാധിക്കുന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്നുള്ള ന്യൂസും കാര്യങ്ങളും ഒന്നും ഒരു മീഡിയയും പുറത്തു വിടുന്നില്ല. UAE എന്നുള്ള ന്യൂസൊക്കെ നിങ്ങൾ എത്ര പേര് കേട്ടു എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ തിരക്ക് കൊണ്ട് നിങ്ങൾ അറിയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുന്നിൽ വന്ന് പറയുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ദൗത്യം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വിഷയങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നോക്കൂ, ഇന്നത്തെ ഡെവലപ്മെൻറ്റ്സാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ഞാനിപ്പോൾ സ്ക്രീനിൽ ഒരു ചിത്രം കാണിക്കുന്നുണ്ട്, ഒരു പിക്ചർ കാണിക്കുന്നുണ്ട് അല്ലേ. സ്റ്റോക്ക് അല്ലെങ്കിൽ കൊക്ക് അല്ലേ, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവും അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ നമ്മൾ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അല്ലേ നമുക്ക്. അപ്പോൾ ഒരു കൊക്ക് ഒരു മത്സ്യത്തിനെ വിഴുങ്ങുന്നു, അതിനേക്കാളും വലിയൊരു മത്സ്യമാണ്. അപ്പോൾ അതിൻ്റെ തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ട്, അതിന് വിഴുങ്ങാനും വയ്യ തുപ്പാനും വയ്യ. എന്ത് സംഭവിക്കും? സ്ലോലി അതിൻ്റെ ജീവൻ അപകടത്തിലാണ്, അതിൻ്റെ ജീവൻ പോവും അല്ലേ. ഒരു പക്ഷേ ചിലപ്പോൾ മീൻ പടഞ്ഞ് പുറത്ത് ചാടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ജീവൻ സേവ് ചെയ്തെന്ന് വരും. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? കൊക്കിൻ്റെ ജീവൻ അവിടെ അപകടത്തിലാവുകയാണ്. ഇനി രണ്ടാമത്തെ പിക്ചർ, ഈ കൊക്കിൻ്റെ നിറം ശ്രദ്ധിച്ചോളൂ, അമേരിക്കൻ ഫ്ലാഗാണ്. മീനോ ഇറാനാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അല്ലെങ്കിൽ ആ കൊക്കിൻ്റെ തലയ്ക്കകത്ത് കയറിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താ പറയുക എന്നുള്ളത് അറിയില്ല. അതായത് ഇപ്പോഴത്തെ US-ൻ്റെ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കൊക്കിൻ്റെ പോലെയാണ്. നിസ്സാരമായിട്ടുള്ള ചെറിയൊരു മീനാണ് എന്ന് വിചാരിച്ച് വിഴുങ്ങാൻ, നല്ല സിമ്പിളായിട്ട് കൊത്തി അങ്ങോട്ട് വിഴുങ്ങാം എന്നുള്ള കണ്ടീഷനിൽ ഇറാനെ വിചാരിച്ച സ്ഥാനത്തുനിന്ന് ഇന്ന് ഡൊണാൾഡ് ട്രംപ്, നിങ്ങളിന്ന് ഇൻ്റർനാഷണൽ ന്യൂസൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതായത് ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ എങ്ങനെ ഇനി ഒരു യുദ്ധം അവസാനിപ്പിക്കും എന്ന് ചർച്ച ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ ഓഫീസ് മാറിക്കഴിഞ്ഞു. പക്ഷെ പുറത്തേക്ക് പറയില്ല കേട്ടോ. പറയുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ടുള്ള വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ ഫോക്സ് ന്യൂസ് ഒഴിച്ച് CNN അങ്ങനെ ഒരുപാട് ഇൻ്റർനാഷണൽ മീഡിയ, അമേരിക്കയിലുള്ള മീഡിയ, US-ലെ മീഡിയ, ഇവരെല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് ഈ ചങ്ങാതിരെ കൂടെ ഇനി സപ്പോർട്ട് ചെയ്താൽ ശരിയാവില്ല. ഇവൻ്റെ വാക്കും കേട്ട് ഇവൻ ഇസ്രായേലിൻ്റെ അടിമയായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കൂലിക്കാരനാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇസ്രായേലിന് വേണ്ടി കൂലിപ്പണി എടുക്കുകയാണ് ട്രംപ്. US ആർമി ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് സാധാരണ കൂലിപ്പണി, അതായത് നമ്മളൊക്കെ വലിയ ആ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ ഇനി ഇവൻ്റെ കൂടെ നിന്നാൽ ശരിയാവില്ല. ഇത് നമ്മളുടെ ലോകത്തിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളുടെയും കൂടെ നാശത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് US-ലുള്ള സാധാരണ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നേരെ മറിച്ച് ഇറാൻ്റെ അവസ്ഥ, ഇറാന് ഇന്ന് ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. വളരെ ക്വിക്കായിട്ട് ഞാൻ എന്താ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇവൻ്റെ ബ്ലണ്ടർ, ഈ ട്രംപിനുണ്ടായിട്ട് ചെയ്തിട്ടുള്ള ബ്ലണ്ടർ, ഇറാൻ്റെ റെസിലിയൻസ് അല്ലെങ്കിൽ അവർ തിരിച്ചു ചെയ്യുന്ന അറ്റാക്ക്, ഷാഹിദ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോണ്. എന്താ സംഭവം നിങ്ങൾക്ക് അറിയോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് ഞാൻ പറയുമ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് ഭയങ്കര രസമാണല്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളെങ്ങനെയാണ് ഇതിൽ ഭാഗമായത്? ഗ്യാസ്, ഓയിൽ, ഇതാണല്ലോ സംഭവം. അടിസ്ഥാനപരമായിട്ട് ലോകത്തിൽ നിയന്ത്രിക്കുന്ന സംഗതി. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് 33-39 കിലോമീറ്റർ മാത്രം
വീതിയുള്ളൊരു കടലെടുക്ക് നമ്മളുടെ വീട്ടിലെ അടുക്കളയെ നിയന്ത്രിക്കുന്ന സിറ്റുവേഷനിൽ ഉണ്ടായി എന്നുള്ള ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഖാർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇറാൻ്റെ ഹൃദയത്തിലാണ് ഇന്ന് US അടിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ബ്ലോ, ഒന്ന് ഖമനേയി അവർ വെറുതെ ഇരുന്നില്ല, രണ്ടാമത് ഹൃദയത്തിനടിച്ചു. എന്തിനടിച്ചു? എന്തുകൊണ്ടാണ് ഇറാൻ അങ്ങനെ US അങ്ങനെ ഒരു മൂവ് ചെയ്തതെന്നുള്ള അറിയോ? അപ്പോൾ അതിൽ ഒരു കാരണവശാലും ഇറാൻ വെറുതെ ഇരിക്കില്ല. ഇതുവരെ ഇറാൻ അവരുടെ മെയിൻ ബാലിസ്റ്റിക് മിസൈൽസ് ഒന്നും പ്രയോഗിച്ചിട്ടില്ല. അതറിയോ? എത്ര പേർക്ക് അറിയുന്നറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ ഒന്നും കൂടി പറയട്ടെ, പ്ലീസ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ കേസിൽ നമുക്ക് നമ്മുടെ ഒരു കാര്യം പറഞ്ഞിട്ട് ആദ്യം തുടങ്ങാം. അതല്ല ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരിക്കുക. 2 ദിവസം മുന്നേ 3 ഓയിൽ ടാങ്കേഴ്സ് ഹോർമൂസ് സ്ട്രെയ്റ്റിലൂടെ നമ്മുടെ നാട്ടിലെത്തി എന്നുള്ളൊരു സംഭവം അല്ലേ, കാണ്ട്ല പോർട്ടിൽ എത്തി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇതെങ്ങനെയാണ് എത്തിയെന്നുള്ള കാര്യത്തിൽ അത്ര സ്ഥിരീകരിക്കാത്ത രീതിയിലുള്ള റിപ്പോർട്ട്സ് പലതും വന്നു. ഷെൻലോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഷിപ്പ് ആദ്യം വന്നു അല്ലേ, ഓയിൽ ടാങ്കർ ആദ്യം വന്നു. അതിൻ്റെ ഓട്ടോമേറ്റഡ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം ഓഫ് ചെയ്തിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. 4-5 ദിവസത്തേക്ക് ഇത് ഓഫ് ചെയ്തിട്ടിട്ട് മുണ്ടാതെ പോകുന്നതെന്ന് പറയുന്നുണ്ട് ഒരു ഭാഗം. മറുഭാഗം S ജയശങ്കറിൻ്റെ വളരെ ക്രൂഷ്യലായിട്ടുള്ള നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് ഇതുപോലെ നമ്മളുടെ ആദ്യത്തെ ഷെൻലോങ് വന്നെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഡിബേറ്റ്സ് ഇതിനെ കുറിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് വേറെ 2 സംഭവം കൂടി സംഭവിച്ചു. ശിവാലിക് ആൻഡ് നന്ദാദേവി, ഇത് രണ്ടും ഗ്യാസ് ടാങ്കേഴ്സാണ്. നിങ്ങൾ എത്ര പേര് ന്യൂസ് അറിഞ്ഞു? അത് നിങ്ങളല്ല, നമ്മളുടെയൊക്കെ വീട്ടിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെയും നമ്മളെ അടുക്കളേനെയും എഫക്റ്റ് ചെയ്യുന്ന കാര്യത്തിന് അതിനിപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷനാണ്. എത്ര ഹോട്ടൽസ് ഷട്ട് ഡൗൺ ആയി നിങ്ങൾ തന്നെ നിങ്ങളെ ലൊക്കാലിറ്റിയിൽ അന്വേഷിച്ച് നോക്കൂ. മെനു എത്ര കട്ട് ഡൗൺ ചെയ്തു, കട്ട് ഷോട്ട് ചെയ്തു. ഒരുപാട് ഹോട്ടൽസ് ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഇവിടുന്ന് ഓടി പോകുന്നതിന് മുന്നേ അവിടെ വല്ലതും ഉണ്ടോ നോക്കണം. ഇത് നമ്മളെ പല കാര്യത്തിലും ബാധിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യം അതുകൊണ്ട് ഞാൻ പറഞ്ഞ നമ്മളുടെ വീടുകളിൽ തന്നെ സിലിണ്ടേഴ്സിൻ്റെ ഷോർട്ടേജ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ അതിൽ നിന്ന് അതിനൊരു ആശ്വാസമായിട്ടാണ് ശിവാലിക് ആൻഡ് നന്ദാദേവി, ഇത് രണ്ടും ഗ്യാസ് ടാങ്കേഴ്സാണ്. ഗ്യാസ് കൊണ്ടുവരുന്ന ടാങ്കേഴ്സ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലൂടെ വന്നു. അതായത് ഇറാൻ പറഞ്ഞ എന്താ, ഇതിൽ ആര് പോയാലും ഞങ്ങൾ അടിക്കും, അതിൽ യാതൊരുവിധ സംശയമില്ല എന്ന് ഇറാൻ അത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞ സിറ്റുവേഷനിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ 2 ഓയിൽ ടാങ്കേഴ്സ് ഇന്ന് നമ്മുടെ ഇവിടെ വന്നു. മനസ്സിലായോ? അപ്പം നമ്മൾ എത്രത്തോളം മുകളിലാണ്, ആൾക്കാർ എന്തൊക്കെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എത്രത്തോളം ലോകത്തിന് മുകളിലെത്തി എന്നുള്ള സിറ്റുവേഷനിലെത്തി. അമേരിക്ക ഇപ്പോൾ കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ലിറ്ററലി ബെഗിങ് ഇൻ ഫ്രണ്ട് ഓഫ് എവ്രി കൺട്രി ദാറ്റ് പ്ലീസ് നിങ്ങൾ റഷ്യയുടെ അടുത്ത് ഓയിൽ വാങ്ങൂ എന്നും പറഞ്ഞിട്ട് പുട്ടിൻ്റെ അടുത്ത് ഓയിൽ വാങ്ങുമെന്നിട്ടുള്ള ഓരോ രാജ്യത്തിനും ഈ തന്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? സത്യം പറഞ്ഞാൽ ട്രംപ് മറ്റവൻ്റെ അടിമയാണ്, അതായത് ഇസ്രായേലിൻ്റെ അടിമയാണെന്ന് മാത്രമല്ല, ഇപ്പോൾ പുട്ടിൻ്റെ റഷ്യയുടെ ഓയിലിൻ്റെ സെയിൽസ്മാനാണ് ട്രംപ്, US. മനസ്സിലായോ? അതാണ് ആ ഒരു തമാശയല്ല, സീരിയസ് ആയിട്ട്. അയാളുടെ എണ്ണ വാങ്ങൂ എന്ന് പറയേണ്ട ഗതികേടിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിക്കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പുട്ടിൻ്റെ ഓയിൽ കമ്പനിയുടെ സെയിൽസ്മാനാണ്. അടിസ്ഥാനപരമായിട്ട് പ്ലീസ് അവൻ്റെ അടുത്ത് വാങ്ങൂ, എൻ്റെ അടുത്ത് വാങ്ങൂ എന്നും പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുക. പുട്ടിൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. മനസ്സിലായോ? ഇറാനാണെങ്കിൽ വളരെ ശക്തമായിട്ട് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. KC-135 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രാറ്റോ ടാങ്കർ ഉണ്ട്. അതായത് ആകാശത്ത് വെച്ച് ഫൈറ്റർ പ്ലെയിൻസിന് ഫ്യൂവൽ റീഫിൽ ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും KC-135 സ്ട്രാറ്റോ ടാങ്കർ. ഇത് നശിപ്പിച്ചിട്ടുണ്ട്. ഇത് നശിപ്പിക്കാൻ ഇറാഖിൽ തകർന്നു വീണു. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോവാണ്. അതായത് ഞങ്ങൾ അവർ അടിച്ചിട്ടു എന്ന് പുറത്ത് പറയാൻ പറ്റില്ല, പുറത്ത് പറഞ്ഞാൽ നാണക്കേടല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഇന്ത്യൻ്റെ കാർഗോ ഷിപ്സ്, ഓയിൽ ആൻഡ് ഗ്യാസ് ടാങ്കേഴ്സ് അവർ 2 ദിവസമായിട്ട് കടത്തി വിട്ടുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ സിനിമയിലെ കണ്ടിട്ടില്ല. നമ്മൾ തമാശ രൂപത്തിൽ പറയുകയാണെങ്കിൽ വാളയാർ പരമശിവത്തിൻ്റെ ടാങ്കർ ലോറികൾ കടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചാടി കളിക്കുന്ന പോലെ നമ്മളുടെ വിജയമാണ്, നയതന്ത്ര വിജയമാണ്, നമ്മുടെ ഇന്ത്യയുടെ വിജയമാണ്. അത് യാതൊരുവിധ സംശയവും. ഇതിനി ആരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും. ഇന്ന് നടന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഖാർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇറാൻ്റെ ഓയിൽ ഹബ്ബാണ്, ഇറാൻ്റെ ഹൃദയമാണ്. ഓൾറെഡി അവരുടെ
എന്താ പറയുക, അവർക്ക് അത്രയധികം മുറിവേറ്റ് കിടക്കുകയാണ് ഖമനേയിനെ കൊലപ്പെടുത്തിയുകൊണ്ട്. പിന്നെ വേറെയും അൺകൺഫേംഡ് റിപ്പോർട്ട്സ് വരുന്നുണ്ട്. മറ്റേ ചങ്ങാതി അവിടുന്ന് US-ൻ്റെ ആളെന്താ പറഞ്ഞ മിലിറ്ററി ചങ്ങാതിയുടെ പേര് ഞാൻ മറന്നു, പീറ്റർ ഹെഗ്ഗത്തോ അങ്ങനെ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ എലികളെപ്പോലെ ഒളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇറാനിയൻ ലീഡർഷിപ്പ് ദേ ആർ ഹൈഡിങ് ലൈക്ക് റാറ്റ്സ് എന്നാണ് പറഞ്ഞത്. എലികൾ മാളത്തിൽ പോയി ഒളിക്കുന്നത് പോലെ ഒളിച്ചുകൊണ്ടിരിക്കുകയെന്ന്. ആ സമയത്ത് അത് അവരൊക്കെ സ്ട്രീറ്റുകളിലൂടെ നടന്നിട്ട് അവർ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അവർ സെൽഫി എടുക്കുന്നതിൻ്റെ സിറ്റുവേഷനിലാണ് മറ്റൊരാളവിടെ കയറുന്നിട്ട് ആ ജെല്ല് തേച്ചിട്ടുള്ള മുടിയൊക്കെ ഇട്ടിട്ട് മറ്റേ ജെല്ലൊക്കെ തേച്ച് സ്റ്റൈലിൽ 46 വയസ്സാണ് പീറ്റർ ഹെഗ്ഗത്ത്, അങ്ങനത്തെ പേര് പറഞ്ഞു, പെട്ടെന്ന് ഞാൻ പേര് കിട്ടുന്നില്ല. അവൻ ഇരുന്ന് അവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ഇവർ സ്ട്രീറ്റ്സിലൂടെ നടന്നിട്ട് സെൽഫി എടുത്തിട്ട് ആൾക്കാർക്ക് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞത്, ഇവരെന്താ സിമ്പിളായിട്ട് വിചാരിച്ച് ഞങ്ങൾ പറഞ്ഞത് റെജീം ചേഞ്ച്, അതായത് അവിടുത്തെ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ തൽക്കാലം ഇവരെ കൊണ്ട് മാറ്റിത്തരാം, നിങ്ങൾ കയറി ഇരുന്നോ എന്നാ പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായിട്ട് അവിടെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവരെ കൊണ്ടൊന്നും നടന്നില്ല. മനസ്സിലായോ? അവിടുത്തെ ആൾക്കാർ ഇവരുടെ കൂടെയായി മാറി, പുതിയ റെജീമിൻ്റെ കൂടെയായി. ഇപ്പോൾ മൊജ്തബ ഖമനിയെ അയാൾ കോമയിലാണ്, അയാളുടെ ഒരു കാല് നഷ്ടപ്പെട്ടു, ഇങ്ങനത്തെ രീതിയിൽ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മൊജ്തബ ഇതുവരെ പബ്ലിക് അപ്പിയറൻസ് നടത്തിയിട്ടില്ല, അയാളെ വോയിസ് ഓഫ് വീഡിയോ വന്നിട്ടില്ല, ന്യൂസ് പോലും അയാൾ എഴുതി തന്നു എന്നും പറഞ്ഞിട്ടുള്ള അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി വായിച്ചിട്ടുള്ളൂ. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കൺഫേംഡ് അല്ല. ഇറാൻ്റെ ഹാർട്ടായിട്ടുള്ള ഖാർഗ് പോർട്ട് തകർത്തതിലൂടെ ഇറാൻ വളരെ ശക്തമായിട്ട് തിരിച്ചടിക്കുന്നുള്ളത് 100% ഉറപ്പാണ്. ഇതെന്തുകൊണ്ടാണ് അവരുടെ ഓയിൽ ഹബ്ബ് തകർക്കാൻ കാരണം എന്നറിയോ? ഇറാൻ 90% അവരുടെ ഓയിൽ എക്സ്പോർട്ട്സ് കംപ്ലീറ്റ് നടക്കുന്നത് ഈ ഒരു പോർട്ടിലൂടെയാണ്. ഇതാണ് അവരുടെ ഓയിൽ ഹബ്ബ്. ഇത് തകർത്തു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ട്രേഡ് കൊണ്ട് ഇതിൽ നിന്നുള്ള റവന്യൂ ആണ് അവരുടെ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ മെയിൻ ഫൈനാൻഷ്യൽ സപ്പോർട്ട്. സ്വാഭാവികമായിട്ടും ഇത് തകർക്കുന്നതോടുകൂടി ഇവർക്ക് അതാണ് ഈ US ചിന്തിക്കുന്നത്, ഫൈനാൻഷ്യൽ ഇത് തകരും, അതോടുകൂടി അവർക്ക് തിരിച്ചടിക്കാൻ കഴിയില്ല, അപ്പോൾ ഞങ്ങൾക്ക് സിമ്പിളായിട്ട് കയറാം. പക്ഷെ അത്ര എളുപ്പമല്ല, മറ്റവർ തിരിച്ചടിക്കാണ്. ഇവരെങ്ങനെ തിരിച്ചടിക്കുന്നത് നിങ്ങൾ എത്ര പേര് അറിഞ്ഞു പറഞ്ഞു? നിങ്ങൾക്ക് അറിയുന്നവർ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഷാഹിദ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്, അത് ഒരു ഡ്രോണാണ്. നിങ്ങളിപ്പോൾ ന്യൂസ് കാണുമ്പോൾ, നമ്മൾ എപ്പോഴും ഗൾഫിൻ്റെ ന്യൂസും കാര്യങ്ങളും നോക്കുമ്പോൾ നമ്മളെ പ്രവാസി സഹോദരങ്ങൾ ഒരുപാട് GCCയിലുണ്ട് അല്ലേ. UAE-യുടെ വീഡിയോ വരുന്ന സമയത്ത് ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ടുള്ള ഒരു ഹെലികോപ്റ്ററൊക്കെ പോകുന്ന പോലുള്ള ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്കത് പലതും ഇവിടെ പ്ലേ ചെയ്യാൻ വയ്യ. ഒരു ഡ്രോണ്, അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നോളജിയാണ്. $10,000 മുതൽ $30,000 വരെ ചിലവ് മാത്രം വരുന്ന ഒരു സാധനം. ഇത് വളരെ പതുക്കെ പോവുള്ളൂ, ഒരുപാട് ശബ്ദം ഉണ്ടാക്കും. പക്ഷെ ഇതിന് 50 കിലോഗ്രാം വരെയുള്ള അമ്യൂണിഷൻസ്, അതായത് ഈ വെപ്പൺസ് ക്യാരി ചെയ്യാൻ പറ്റും. ഡിസ്ട്രക്ഷൻ ഭയങ്കരമായിരിക്കും, ഭയങ്കര ഹ്യൂജ് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഈ സാധനം വന്ന് വീഴണം. ഇങ്ങനെ 10,000 മുതൽ $20,000 $30,000 മാത്രം ചിലവ് വരുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രോൺസ് അതിൻ്റെ മാസ് പ്രൊഡക്ഷനാണ്. ഒരുപാട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു സാധനം അവിടെ ചെന്ന് വീഴും. ഇതിനെക്കൊണ്ട് അത്രയധികം തകർക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇറാന് വളരെ ക്ലിയർ ആയിട്ട് അറിയാലോ. പക്ഷെ ഇറാൻ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? ഇതുപോലെ വളരെ സ്ലോ ആയിട്ട് ഒരുപാട് ശബ്ദം ഉണ്ടാക്കി നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ട് ഈ ഒരു സാധനം അവിടെ ചെല്ലുന്നത് എന്തിനാ അറിയോ? ഇത് അവിടെ വീണ് പൊട്ടാൻ വേണ്ടിയിട്ടല്ല. ഇതിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിലിരിക്കുന്ന മറ്റേ ബലിസ്റ്റിക് മിസൈൽസ് വിട്ടിട്ട് ഇതിനെ തകർക്കാൻ പറ്റുള്ളൂ. ബലിസ്റ്റിക് മിസൈൽസ് ഇതിനെ തകർക്കുന്ന സാധനം, അതായത് ഈ വരുന്ന ഈ 10,000 മുതൽ 30,000 മാത്രം $US മാത്രം ചിലവ് വരുന്ന ഈ ഒരു ഡ്രോണിനെ തകർക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വിടേണ്ടത് മറ്റ് ബലിസ്റ്റിക് മിസൈൽസിനെ തകർക്കേണ്ട അതേ സാധനമാണ് ഇവിടുന്ന് അങ്ങോട്ട് വിടുന്നത്. അതായത് $1,00,000 ചിലവ് വരുന്ന ഇൻ്റർസെപ്റ്റർ മിസൈൽസ് വിട്ടിട്ടാണ് ഈ ചെറിയ സാധനത്തിന്, നമ്മളെ പേപ്പറിൽ അവിടുന്ന് വരുന്ന ആ ഒച്ച ഉണ്ടാക്കുന്ന സാധനത്തിനെ തകർക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരുപാട് സാധനം ഇത് വന്നിട്ട് ഇവരെ വീഴുന്ന സമയത്ത്, ഗൾഫ് കൺട്രീസിലൊക്കെ വീഴുമ്പോൾ പ്രതിരോധത്തിന് അയക്കുന്ന സാധനത്തിന് അത്രയും ചിലവ് കൂടും. ഇപ്പോൾ ഏറ്റവും പുതിയ വരുന്ന റിപ്പോർട്ട്സ്, അതായത് ഇതൊക്കെ US-ലുള്ള ഫോക്സ് ന്യൂസ് പോലത്തെ ആൾക്കാരല്ലാത്തവരൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് US 25% അവർ ഉപയോഗിക്കേണ്ടത്, അതായത് ഒരു വാർ വന്നു കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കേണ്ടതിൻ്റെ 25% വെപ്പൺസ് അവർ ഉപയോഗിച്ച് കഴിഞ്ഞു. സീരിയസ് ട്രബിളിലാണ് അവരാകെ ടെൻഷനിലാണ്, നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ, ഞാൻ പറഞ്ഞതിന് മുന്നേ പറഞ്ഞിട്ടുള്ള പ്രകോപനമായിട്ടുള്ള ആ ഒരു ഖമനേയി കഴിഞ്ഞതിന് ശേഷം ഈ ഖാർഗ് ഓയിൽ ഫീൽഡ്, അത് വലിയൊരു പ്രകോപനമാണ്. അതിന് എന്ത് തിരിച്ചടിയാണ് ഇറാൻ കൊടുക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞ പോലെ കണ്ടറിയണം കോശി എന്താ ഉണ്ടാവുക എന്നുള്ളത്. കാരണം വേറെയും പല ഇഷ്യൂസ് ഉണ്ട്. ഇസ്രായേൽ അപ്പുറത്ത് നിന്നിട്ട് ലെബനോണിനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. അതൊരു ലാൻഡ് വാർ.
ഇനിയിപ്പോൾ US വക ലാൻഡ് വഴിയും ആക്രമണം ഉണ്ടാവാം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, ആ പേഴ്സണൽ ടേക്ക് ഞാൻ പറയാം, എൻ്റെ ഒരു തോട്ട് ഞാൻ പറയുന്നത്, ഒരു 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും US നിന്ന് പിന്മാറും. ഇസ്രായേലിൻ്റെ കാര്യം അറിയില്ല, പക്ഷേ US അയാൾ ശരിക്കും താടിയില്ല, അയാൾക്ക് തലയിൽ തീപിടിച്ച അവസ്ഥയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻറ്റേർണൽ പ്രഷറും, കാരണം ഇത്രയും കാലം ആരൊക്കെ ട്രംപിനെ സപ്പോർട്ട് ചെയ്തോ അവർ കംപ്ലീറ്റ് ഇപ്പോൾ അയ്യത്തടാതായ സിറ്റുവേഷനിലാണ്. 7 മുതൽ 14 ദിവസത്തിലിടയ്ക്ക് ഈ സാധനം വിടും. ഇറാൻ ശ്രമിക്കുന്നത് എന്താ? ഹോർമൂസ് കടലെടുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ കംപ്ലീറ്റ് സമ്പദ്ഘടന തന്നെ ആകെ പ്രശ്നമാവും. ഇൻഫ്ലേഷൻ അത്രയും കുടുങ്ങിപ്പോവും. അപ്പോൾ ആ ഒരു പ്രഷറാണ് ഇറാൻ നോക്കുന്നത്. മറ്റവർ ഇറാൻ്റെ ഇത് തകർക്കാൻ നോക്കുക. ഇതിനൊക്കെ US എയർ ബേസസിന് സ്ഥലം കൊടുത്തു എന്നുള്ള കണ്ടീഷനിൽ അവർ മറ്റുള്ള GCC രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. 15 വർഷം ഞാൻ നിന്നിട്ടുള്ള രാജ്യമാണ് UAE. അവിടുന്ന് റിപ്പോർട്ട്സൊക്കെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. ഡ്രോൺ വന്ന് അടിക്കുന്നത് കാണുന്നുണ്ട്. ക്രീക്ക് ഹാർബർ, അങ്ങനെ ഒരുപാട് ബിൽഡിങ്സിനൊക്കെ വന്ന് തട്ടുന്നത് കാണുന്നുണ്ട്. ചില വിഷ്വൽസിൽ ബുർജ് ഖലീഫ, ബുർജുൽ അറബ് എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഇൻഫർമേഷനും അവിടുന്ന് പുറത്ത് വിടില്ല. വിട്ടവൻ കുടുങ്ങി. 45ഓളം പേരെ കാണാനില്ല. കാരണം ഞാൻ 45ഓളം പേരെയാണ് വിവിധ ചാർജസിൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. 1 വർഷം മുതൽ അല്ലെങ്കിൽ 1 ലക്ഷം മുതൽ 1 ലക്ഷം തടവ്, 1 വർഷത്തെ തടവ്, 1 ലക്ഷം രൂപ പിഴ മുതൽ എത്ര വരെ വേണമെങ്കിൽ കിട്ടാം. GCCയിൽ എല്ലാ സ്ഥലത്തും ഇതേ നിയമമാണ്. അവിടുത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ മോദിനെ ട്രോളിനെ പോലെ അവിടെ ചെന്നിട്ട് ട്രോളൽ പോട്ടെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. സേഫാണെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ കേട്ടത് കമ്പൽസറി വർക്ക് ഫ്രം ഹോം ഡിക്ലെയർ ചെയ്തു. പല വിഷയങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. ഒന്നും പുറത്തേക്ക് പറയില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരോട് വിളിക്കുന്ന സമയത്തും അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ ഐ വാസ് ചെക്കിങ് വിത്ത് ദം വെദർ ദേ ആർ സേഫ് ഓർ നോട്ട്. സേഫാണ് എന്ന് മോഡൽ വരുന്നു. ഒരു പ്രശ്നവുമില്ല, ഡോണ്ട് ബിലീവ് മീഡിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയങ്ങൾ. ഇതുപോലുള്ള വിഷയങ്ങൾ ഇനിയും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ് ഇതുപോലത്തെ ഒന്നും കൂടി സീരിയസ് കോണ്ടൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ശ്രമമാണ്. മറ്റുള്ള ചാനലിൽ നമ്മൾ ഈ ഗോസിപ്സും കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അറിയാത്തവർക്കായിട്ട് ഒന്നും കൂടി ലൈറ്റായിട്ടുള്ള കച്ചറ വിഷയങ്ങളൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട്. ഇതിൽ ഒന്നും കൂടി സീരിയസ് വിഷയങ്ങളായിരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. നമുക്കടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.